ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാം. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വചനം ദൈവമക്കൾക്ക് എല്ലാവർക്കും സുപരിതമായ ദൈവവചനമാണ്. ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് അതെ പാടിയ ഒരു സങ്കീർത്തനമാണ് നമ്മളിവിടെ വായിച്ച് കേൾപ്പാനിടയായി തീർന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ എന്താണ് ചിതറിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളോട് പറയട്ടെ, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. എഴുന്നേൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് വായിക്കാം നമുക്ക്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവർ കുറ്റം ഏറ്റുപറഞ്ഞ്, അങ്ങനെ അത് വായിച്ചാട്ടെ. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്വസ്ഥാനത്ത് എന്താണ് ഇരിക്കും. അന്നേരം ദൈവം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുറ്റമുണ്ടെങ്കിൽ അതിനെ ഏറ്റുപറയണം. അല്ലെങ്കിൽ ദൈവം എഴുന്നേൽക്കയില്ലെന്നാണ് വചനം നമ്മളോട് പറയുന്നത്. സ്തോത്രം. നമ്മളെല്ലാം കുറ്റമുണ്ടോ? ഹല്ലേലൂയ. ദൈവം തന്റെ ദൂതനെ സഭയോട് അറിയിക്കുമ്പോൾ ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ കുറിച്ചൊരു കുറ്റം എനിക്ക് പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം എന്താണ്? ഇപ്പൊ ഇല്ലെന്ന്. സ്തോത്രം. പിന്നെ പറയുന്നുണ്ട്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, അതൊരു കുറ്റമാണ്. സ്തോത്രം. അങ്ങനെ എന്താണെന്നറിയുമ്പോ കുറ്റം കർത്താവ് ചൂണ്ടിക്കാണിക്കുക. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലുള്ള കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അതെന്താണ് ഒരു ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അങ്ങനെ നമ്മളിലെല്ലാം എന്തുണ്ടെന്നറിയാമോ? കുറ്റമുണ്ട്. കുറ്റമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. കുറ്റമില്ലാത്ത ഒരുവരേ ഉള്ളൂ. അതാരാണെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ് കുറ്റമില്ലാത്തവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ ശിഷ്യനായിരുന്ന യൂദ ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന്. അങ്ങനെയാണ് കുറ്റമില്ലാത്തവൻ ആരാണെന്നറിയാമോ? അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, നമ്മൾ കുറ്റം കൂടാതെ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ട ഒരു സമയമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന കുറ്റമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഹല്ലേലൂയ. അതിനെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്താണ് എൻ്റെ സ്ഥലത്ത് ഇരിക്കുമെന്ന്. സ്തോത്രം. ഞാൻ വിചാരിക്കുന്ന കർത്താവ് എന്താണെന്ന്, ഒരാളുകളെ അങ്ങനെ നിലവിളിക്കുക എന്ന് വിചാരിച്ചോ, കർത്താവെ രക്ഷിക്കണമേ രക്ഷിക്കണമേ. പക്ഷെ ആ വ്യക്തിയിൽ എന്താണെന്നറിയാമോ? കുറ്റമുണ്ട്. കർത്താവ് അനങ്ങാതെ എന്താണെന്നറിയാമോ? തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുക. എന്നാൽ അതല്ല കർത്താവേ. ഹല്ലേലൂയ. ആ ഒരു വ്യക്തി പരീക്ഷനും ചുങ്കക്കാരനും, ആ ചുങ്കക്കാരൻ എങ്ങനെയാണെന്നറിയാമോ? ഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവസനെ തന്നെ കുറ്റമേറ്റ് പറയുകയാണ്, ഞാൻ ആരാണ്? ഭാവിയാണ്. അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് ഭവനത്തിലേക്ക് പോയെന്നാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്ര. ഒരു കാര്യം ദൈവമക്കളോർക്ക്, പരീക്ഷ ഭക്തി ഉള്ളവർ ഒരിക്കലും എന്താണെന്നറിയാമോ? കുറ്റമേറ്റ് പറയുകയില്ല. അവർ സ്വയം നീതീകരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ യഥാർത്ഥത്തിൽ അതേ ദൈവത്തെ അന്വേഷിക്കുന്ന ഹല്ലേലൂയ ദൈവത്തോട് കൂടെ അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അവരെപ്പോഴും അതേ തങ്ങളുടെ അകൃത്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കും, അനുദിനം വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുമ്പോഴും ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്ത് ഇരിക്കുമെന്നാണ്. നമ്മളിവിടെ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ സ്വത്രം. ദൈവം എഴുന്നേറ്റാൽ ഒന്ന്, അവന്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നറിയാമോ? നമുക്ക് ശത്രു ഉണ്ടോ? ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. അത് ഈ ലോകത്തിലുള്ള ആൾക്കാരല്ല, ജനരക്തങ്ങളല്ല നമ്മുടെ ശത്രുക്കൾ. നമ്മുടെ ശത്രുക്കൾ പിശാചാണ്, അന്ധകാര ശക്തികളാണ്, ഇരുട്ടിന്റെ ശക്തികളാണ്. സ്വത്രം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, തന്റെ കുറ്റമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടുന്ന് അങ്ങ് എഴുന്നേൽക്കും. എഴുന്നേറ്റാൽ എന്ത് ചെയ്യുന്നറിയാമോ? ശത്രു എന്ത് ചെയ്യുന്നറിയാമോ? ചിതറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഒരു വഴിയായി വരും, 7 വഴിയായിട്ട് എന്താണെന്നറിയാമോ? ചിതറിപ്പോകുവാൻ ഇടയായിത്തീരും, ഓടിപ്പോകുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇനി നമുക്ക് നോക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം. യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും, കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. അടുത്ത കണ്ടോ, കോലാഹലം ഹേതുവായി വംശങ്ങൾ എന്ത് ചെയ്തു? അടുത്ത വാക്യം, നീ എഴുന്നേറ്റപ്പോൾ എന്താണെന്നറിയാമോ? എന്താ കാരണം? ജാതികൾ ചിതറിപ്പോകുവാനുള്ള കാരണം എന്ത്? അതാ നമ്മൾ 2ാമത് വരെ വാക്യം തൊട്ട് താഴോട്ട് വായിച്ചത്. അവിടെ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ? ആ പ്രാർത്ഥനയല്ലേ ആദ്യം നമ്മൾ വായിച്ചു? ഒന്നുകൂടെ വായിച്ചാട്ടെ. യഹോവേ ഞങ്ങളോട് എന്താണ്? ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്നെ ചിതറിക്കുമെന്ന് പറയുന്ന ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നീ ചിതറിപ്പോകത്തില്ല. ദൈവത്തോട് കൃപയ്ക്കായിട്ട് മുട്ടുമ്പേ ഇരുന്നങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ ശത്രു ശതേ സ്തോത്രം. ഒന്നുകൂടെ പറയട്ടെ, ജാതികൾ എന്താണെന്നറിയാമോ? ചിതറിപ്പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ ദിവസങ്ങളിൽ? കർത്താവേ എനിക്ക് വേണ്ടി നീ ഒന്ന് എഴുന്നേൽക്കണമേ. ഹല്ലേലൂയ. കർത്താവേ എനിക്ക് വേണ്ടി നീ എന്താണെന്ന് എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം എഴുന്നേൽപ്പാനിടയായിത്തീരും. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലുണ്ട്, ഹല്ലേലൂയ, ചില ജാതീയ ശക്തികൾ ചിതറിപ്പോയതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യോശുവയുടെ ദേശത്ത് പാർത്തിരുന്ന അമോന്യർ മുതലായ സകല ജാതികളും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്നെന്താണ്? നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങൾ യഹോവ എന്താണ്? അടുത്ത വാക്യങ്ങൾ വായിച്ചാട്ടെ. യഹോവ അവനല്ലോ ഞങ്ങളുടെ ദൈവം. ഇവിടെ നോക്കൂ, സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങളുടെ മുമ്പിൽ ചില ജാതികളുണ്ട്, അതിനെ ആര് നീക്കിക്കളഞ്ഞെന്നാണ്? ദൈവം നീക്കിക്കളഞ്ഞു. എന്താ? പരമാർത്ഥതയോടെ തൻ്റെ ജനം ദൈവത്തെ സേവിച്ചതുകൊണ്ട് അവരോട് പ്രഖ്യാപിക്കുകയാണ്, നീയല്ലോ ഞങ്ങളുടെ ദൈവം, വേറെ ഒരു ദൈവവും ഞങ്ങൾക്കില്ല. അമോര്യർക്ക് ദൈവമുണ്ട്, മോവാബ്യർക്ക് ദൈവമുണ്ട്, ഗിർഗേശ്യർക്ക് ദൈവമുണ്ട്, അല്ലെങ്കിൽ മറ്റ് ജാതികൾക്കെല്ലാം എന്താണെന്നറിയാമോ? ദൈവമുണ്ട്. പക്ഷെ അവരെ പോലെയുള്ള ഒരു ദൈവമല്ല ഞങ്ങളുടെ ദൈവം. ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അല്ലേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയവനാണ് ഞങ്ങളുടെ ദൈവം. അല്ലേ, ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അല്ലേ, ആ ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, നീയാണ് ഞങ്ങളുടെ ദൈവം. ധൈര്യത്തോടെ പറയാൻ സാധിക്കുമോ? ദൈവമക്കളെ, എവിടെയും നമ്മൾ ജീവനുള്ള ദൈവത്തെ എന്താണെന്നറിയാമോ? യോശുവ ദൈവത്തെ ഉയർത്തുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ എന്താണ്? ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ വേറെ ആരെ സേവിക്കത്തില്ല. ഈ ദൈവം ഞങ്ങളെ അതിശയകരമായി മരുഭൂമിയിൽ കൂടി നടത്തുവാനിടയായി. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണാൽ ഞങ്ങളെ വഴി നടത്തുവാനിടയായി. ഞങ്ങൾ ഇട്ടിരുന്ന ചെരുപ്പ് തേഞ്ഞു പോയില്ല.
ഞങ്ങൾ ഇട്ടിരുന്ന വസ്ത്രം പഴകിപ്പോയില്ല. ഞങ്ങൾക്ക് കാടപ്പക്ഷി അവൻ തരുവാനിടയായി. മല്ലന്മാരുടെ ഭോജനമായ മന്ന ഞങ്ങൾക്ക് തരുവാനിടയായി. അതേ സ്വർഗീയ ഭോജനം ഞങ്ങൾക്ക് തരുവാനിടയായി. പാറയിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം അത് പുറപ്പെടുവിച്ച് തരുവാനിടയായി തീർന്നു. ഞങ്ങൾക്കൊന്നിനും കുറവില്ലായിരുന്നു. അത്ഭുതങ്ങൾ ദൈവമായിരുന്നു ഞങ്ങളുടെ ദൈവം. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ എന്താണ്, ഈ ദൈവത്തെ ഞങ്ങൾ വിട്ടുപോകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. നമ്മുടെ ശത്രുക്കളെ, നമ്മുടെ ജാതീയമായിട്ടുള്ള ശത്രുക്കളെ നീക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചാൽ മതി, ദൈവമേ നീ ആണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അന്നേരം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. ദൈവം എഴുന്നേറ്റാൽ സംഭവിക്കുന്നത് ഒന്ന് വായിച്ചാട്ടെ. നമുക്കറിയാവുന്ന കാര്യമാണ്. മത്തായി സുവിശേഷം. യേശു അവരോട് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? യേശു കർത്താവ് എഴുന്നേറ്റ് അല്ലേ? പടകിൽ യേശു കിടന്ന് ഉറങ്ങുകയായിരുന്നു. സ്തോത്രം. ഉറക്കം നടിച്ച് കിടന്നതല്ല, അവൻ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. നന്നായിട്ട് ഉറങ്ങിയാണ്. അന്നേരമാണ് നമ്മുടെ കർത്താവ് എഴുന്നേൽക്കുക. കാരണം എന്താ? കാറ്റ് പ്രതികൂലമാണ്. സ്തോത്രം. തിരമാലകൾ തള്ളിക്കയറുവാൻ പോകുകയാണ്. ശിഷ്യന്മാർ പേടിച്ച് നിലവിളിക്കുകയാണ്. സ്തോത്രം. യേശുവേ, ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നൊക്കെ പരിഭവപ്പെടുകയാണ്. പക്ഷേ സ്തോത്രം, യേശു എഴുന്നേൽപ്പാനിടയായി തീർന്നു. യേശു അവരെ വിളിച്ചൊരു വിളിയുണ്ട്. എന്താണ്? അല്പവിശ്വാസി എന്ന. നമ്മെ നോക്കി അങ്ങനെ വിളിക്കരുത് കേട്ടോ. നമ്മുടെ വിശ്വാസം പൂർണ്ണതയുള്ള വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തിക്കളയുന്നതാണ് എന്ത്? യേശുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ഇവരെ ഭീരുക്കളായി തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എന്താണ്? അതേ കാറ്റിനെ എന്താണ്, കടലിനെ എന്താണ്, അത് ശാസിക്കുകയാണ്. ശാന്തത വരുത്തുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കാറ്റുകൾ വരും കേട്ടോ. ഹല്ലേലൂയ. തിരമാലകളൊക്കെ തള്ളിക്കയറും. ഹല്ലേലൂയ. ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം വരും, കർത്താവേ നീ ഇത് കാണുന്നില്ലയോ? ഹല്ലേലൂയ. ഞങ്ങൾ നശിച്ചു പോവുകയാണോ? ദൈവമേ നീ ഞങ്ങളെ മറന്നു കളഞ്ഞോ? അല്ല, ഇല്ല. ദൈവമേ നിനക്ക് വേണ്ടി അവൻ എഴുന്നേൽപ്പാനിടയായി തീരും. നിന്റെ കൂടെ ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റാലുണ്ടല്ലോ ഇതെല്ലാം ശാന്തമാകുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് എഴുന്നേറ്റാൽ നമ്മുടെ രോഗത്തിന് സൗഖ്യം തരും. വായിക്കാം നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. മത്തായി സുവിശേഷം തന്നെ 9-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു എഴുന്നേറ്റു ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു. ഇവിടെ നോക്കൂ, എന്താ? പള്ളിയിലെ പ്രമാണിയായ യായിറോസ്, അവന്റെയൊക്കെ ചെറുമകൾ അത്യാസനത്തിലായിരുന്ന സമയത്ത് യേശു എന്റെ അടുക്കലേക്ക് യായിറോസ് വരികയാണ്. യേശുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സ്തോത്രം. യേശു അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്താ? ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണം, ആ കുഞ്ഞിനെ വിടുവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, യേശു ആ യായിറോസിന്റെ കൂടെ പോകുവാനിടയായി. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞിനെന്താ? മരണം സംഭവിച്ചു അല്ലേ? അതോ മരിച്ചുപോയി. വീട്ടിൽ നിന്ന് യേശുവിന്റെ അടുക്കൽ ഒരാളിനെ അയച്ചിട്ട്, ഈ യായിറോസിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഗുരുവിനെ ഇനി അസംഖ്യപ്പെടുത്തേണ്ട. കുഞ്ഞെന്ത് ചെയ്തെന്നറിയാമോ? നിരാശയുടെ വാക്ക് അവിടെ കേൾക്കുന്നത്. അതേ സ്തോത്രം. ആശയെല്ലാം നശിച്ച ഒരു വാർത്തയാണ് അവിടെ കേൾക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ കർത്താവ് അത്ഭുതം ചെയ്യുവാനിടയായി. കർത്താവ് അവിടെ ചെന്നിട്ട് ആ കുഞ്ഞിൻ്റെ കരത്തിൽ പിടിക്കുവാനിടയായി. ആ കുഞ്ഞിന് സൗഖ്യം വരുവാനിടയായി. ജീവൻ വ്യാപരിപ്പാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേറ്റാലുണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണെന്നറിയാമോ? നിർജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ്? അത് രക്ഷപ്പെടുകയില്ല, ഇനി അതിനകത്തൊരു നീക്കം സംഭവിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ പറയട്ടെ, ആ വിശ്വാസത്തെ മാറ്റിയിട്ട് ഹല്ലേലൂയ, എനിക്ക്
വേണ്ടി എന്റെ കർത്താവ് എഴുന്നേൽക്ക്, എനിക്ക് സൗഖ്യം തരൂ, എന്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് പറയട്ടെ, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കാൻ പോകുക. നമ്മുടെ സ്തോത്രം കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി കർത്താവ് എഴുന്നേൽക്കാൻ പോകുക. നമ്മുടെ സഭയുടെ വിഷയത്തിന് വേണ്ടി കർത്താവ് എഴുന്നേൽക്കുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. നീ ഇപ്പോൾ സ്തോത്രം അത് ഭാരപ്പെടുന്ന വിഷയങ്ങളില്ലേ, അതിനുവേണ്ടി കർത്താവ് എഴുന്നേൽക്കുവാനായിട്ട് പോകുകയാണ്.